ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണയായിട്ട് കണ്ടുവരുന്ന ചെടികളുടെ കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ പേരാണ് സൈക്ലാമൻ എന്ത്. ഇലകൾക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന നീളമുള്ള കാണ്ഡത്തിൽ ആണ് ചെറിയ പൂക്കൾ കാണുന്നത്. ഇതൊരു കിഴങ്ങുവർഗ്ഗമാണ്. വേനൽക്കാലത്ത് മണ്ണിനടിയിൽ കിടക്കുകയും തണുപ്പുകാലം വരുമ്പോൾ വേഗത്തിൽ വളരുകയും ചെയ്യുന്നു. പിങ്ക്, പർപ്പിൾ, ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിലാണ് പൂക്കൾ കാണുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന മനോഹരമായ പൂക്കളുള്ള ചെടിയാണിത്. ഇലകൾ കടും പച്ച മുതൽ വെള്ളി നിറമുള്ളതും വൃത്താകൃതിയിലുള്ളതോ അതുമല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ളതോ ആണ്. മണ്ണിന്റെ ഉപരിതലം ഉണങ്ങാൻ തുടങ്ങുമ്പോൾ മാത്രം മണ്ണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൂക്കൾ കൊഴിയുമ്പോൾ ചെടിയുടെ ഇലകൾ മഞ്ഞ നിറമാവുകയും കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഈ സമയത്ത് മിക്ക ആളുകളും ഇതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചെടിയെ അതിൻ്റെ റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്ത വർഷം തണുപ്പുകാലം വരുമ്പോൾ ചെടി വീണ്ടും കിളിർത്തു വരികയും നിറയെ പൂക്കളായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. ചെറുതായി അമ്ലത്വമുള്ള മണ്ണിൽ pH ഉള്ള ജൈവസമ്പന്നമായ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ചെടിക്ക് ആവശ്യം. എന്നാൽ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത പരോക്ഷമായ വെളിച്ചം മാത്രം കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ചെടിയെ സൂക്ഷിക്കേണ്ടത്. വേനൽക്കാലത്ത് ഈ ചെടി പ്രവർത്തനരഹിതമാണെങ്കിലും ശരിയായ പരിചരണത്തോടെ ശരത്കാലത്തിൽ ഇത് വീണ്ടും വളരുകയും പൂക്കുകയും ചെയ്യും. സൈക്ലാമൻ പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുമ്പോൾ അത് ഇരിക്കുന്ന കാലാവസ്ഥയെ അനുസരിച്ചായിരിക്കും റെസ്റ്റിംഗ് സ്റ്റേജ് വരുന്നത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇലകൾ കുറച്ചു കൊഴിഞ്ഞ് പൂക്കളില്ലാതെ ഇരിക്കും. നല്ല ചൂടുള്ള പ്രദേശമാണെങ്കിൽ കിഴങ്ങ് മണ്ണിനടിയിൽ റെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ചെടി സജീവമായിട്ട് വളരുമ്പോൾ ശൈത്യകാലത്ത് തെളിച്ചമുള്ളതും പരോക്ഷവുമായ വെളിച്ചം നമ്മൾ നൽകുക. വേനൽക്കാലത്ത് ചെടി പ്രവർത്തനരഹിതമാകുമ്പോൾ നല്ല വായുസഞ്ചാരമുള്ള തണുത്ത ഇരുണ്ട സ്ഥലത്ത് സൈക്ലാമൻ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇലകൾ ഉള്ളപ്പോഴാണ് ചെടി സജീവമായിട്ട് വളരുന്നത്. ചെടിയുടെ ഇലകളിലോ പൂക്കളിലോ വെള്ളം വീഴാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഠിനമായ ചൂട്, വരണ്ട വായു എന്നിവയൊന്നും ഈ ചെടിക്ക് താങ്ങാനായിട്ട് കഴിയില്ല. രാത്രി സമയങ്ങളിൽ 40 ഡിഗ്രി ഫാരൻഹീറ്റിനും 50 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലും പകൽ 60 ഡിഗ്രി ഫാരൻഹീറ്റിനും 70 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലുള്ള താപനിലയാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. ഈർപ്പം വർദ്ധിപ്പിക്കുന്നതിന് ചെടി വെള്ളവും ഉരുളൻ കല്ലുകളും നിറച്ച ഒരു ട്രേയിൽ മുക്കി വയ്ക്കുക. പോട്ട് തുടർച്ചയായിട്ട് വെള്ളത്തിൽ സ്പർശിക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് കേട്ടോ. പോട്ട് വെള്ളത്തിൽ കൂടുതൽ സമയം മുങ്ങിക്കിടക്കുമ്പോൾ വേര് ചീയലിന് കാരണമാകുന്നു. രാത്രി സമയങ്ങളിലെ തണുത്ത കാലാവസ്ഥ വരുമ്പോഴേക്കും ചെടി നമ്മൾ വീടിനുള്ളിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കാണുന്ന സൈക്ലാമൻ ചെടികളുടെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ വീടുകളിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. കൂടാതെ ഇത് കിഴങ്ങായതുകൊണ്ട് തന്നെ ഒരു തൈ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരുപാട് ഇള പൊട്ടി വന്ന് നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സൈക്ലാമൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പതിവ് പോലെ പറയുകയാണ്, ജനുവരി മുതൽ നമ്മൾ ഓർക്കിഡിൻ്റെ സെയിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിനകത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടോളൂ. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.